എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രണയത്തിന് അതിർവരമ്പുകളില്ല എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും അങ്ങനെ ഒരു ചിന്ത വളരെയധികം ശരിയാണല്ലോ എന്ന് തോന്നിയത്. ശരിക്കും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പലയിടത്തും പലർക്കും ഭയങ്കര അപകർഷതയാണ്. എല്ലാവരുടെയും കാര്യമില്ല, കുറച്ച് പേർക്കെങ്കിലും എന്നേക്കാളും ഭംഗിയാവാൻ പാടില്ല എൻ്റെ പങ്കാളി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നേക്കാളും സുന്ദരിയാവാൻ പാടില്ല, എൻ്റെ ഭർത്താവ് എന്നേക്കാളും കൊള്ളാമോ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അപകർഷതകളൊക്കെ ഉള്ള ആളുകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും. ഇല്ലെന്നൊന്നും പറയണ്ട, അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് കാണാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില ആളുകൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം അപകർഷതയുള്ള ആളുകളുണ്ട്. അത്തരക്കാർക്കെന്ന് വെച്ചാൽ എന്നെ കാണാൻ കൊള്ളാമോ, എനിക്ക് നിറക്കുറവുണ്ടോ, എനിക്ക് ഭംഗിയുണ്ടോ കാണാനായിട്ട്, എൻ്റെ തലമുടി കൊള്ളാമോ, കണ്ണു കൊള്ളാമോ, മൂക്ക് കൊള്ളാമോ, പുരികം കൊള്ളാമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളും ഒരുപാടുണ്ട്. അത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ദൈവം കണ്ണ് തന്നിരിക്കുന്നത് ഭംഗിക്ക് മാത്രമല്ല, അതിൽ ഭംഗിയേക്കാളും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്കാണ്. ആ കണ്ണിൽ നിന്ന് വരുന്ന സുന്ദരമായ കാഴ്ചകൾ, ആ ഒരു കാഴ്ച കാണുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു കണ്ണ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം മൂക്കാണെങ്കിലും ശ്വസിക്കുക, വായാണെങ്കിലും ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, അങ്ങനെ ഇതുവഴി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇപ്പോൾ കണ്ണിന് ഭംഗിയില്ല, വായ്ക്ക് ഭംഗിയില്ല, പല്ലിന് ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വേദനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ അവയവങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടല്ലോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ. ഇന്നത്തെ കാലത്തും ഇത്ര മനോഹരമായിട്ട് ചിന്തിക്കുന്ന പിള്ളേരുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു പയ്യനുണ്ടല്ലോ, ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഫാമിലി കൂടി ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡോറയുടെ ഫാമിലിയെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു ഡോറ എന്ന് പറഞ്ഞാൽ നല്ല ഉയരം കുറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു ഡോറയെ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ യുവാവാണ്. അവരുടെ ലൈഫ് വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കുറച്ചധികം ആളുകളൊക്കെ അവരെ കമൻറ്റിലൂടെയൊക്കെ വന്നിട്ട് തളർത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർ വളരെയധികം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. വളരെ നന്നായിരിക്കട്ടെ. അവർക്ക് കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഇവർക്കാണെങ്കിൽ, ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ, ആ ഒരു പയ്യന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിലൂടെ നമ്മൾ കാണാം, ആ ഒരു ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള റീൽസൊക്കെ ഒരുപാടുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ ഒരു ഫാമിലി ആണെന്ന് വെച്ചാൽ, ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും ഇതുപോലെ ഉയരം കുറഞ്ഞ ആളാണ്. ഈ ഒരു കുട്ടിക്കും അതേ ഇതാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കുട്ടി, ഇത്രയും പൊക്കം കുറഞ്ഞ ഈ ഒരു കുട്ടിയെ സ്വന്തമാക്കാനായിട്ട് തയ്യാറായ ആ ഒരു യുവാവിൻ്റെ മനസ്സ് നമ്മൾ ആരും കാണാതെ പോകരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ കെട്ടുന്ന പെണ്ണിന് അങ്ങനെ സൗന്ദര്യം വേണം, ഇങ്ങനെ സൗന്ദര്യം വേണം, വെളുപ്പ് വേണം, വെളുത്ത് തുടുത്തിരിക്കണം, തലമുടി പനമ്പുല പോലെ വേണമെന്നൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും നിർബന്ധമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന, സുന്ദരിയാവണം, സുന്ദരനാവണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. പുരുഷനാവുന്ന ആളിന് നല്ല ഉയരം വേണം, കട്ട മീശ വേണം, കട്ട താടി വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അത്തരക്കാർ ഇതൊന്ന് കാണണം കേട്ടോ. എത്ര സുന്ദരമായിട്ടാണ് ഇവരുടെ ലൈഫ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതൊക്കെ കണ്ടറിയാമെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, ഇവർ കുറേ നാളായിട്ടുള്ള പ്രണയത്തിന് ശേഷമാണ് അവരിപ്പോൾ വിവാഹിതരായിരിക്കുന്നത്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇവർ പെട്ടെന്നൊന്ന് കണ്ടിട്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ആ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു യുവാവ് ഇവരെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇവരോടുള്ള അത്രയധികം സ്നേഹമുള്ളത് കൊണ്ടും ഇവരെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമുള്ളത് കൊണ്ടും തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഇവർക്ക് നല്ലതുപോലെ നല്ല കുടുംബജീവിതം, നല്ല ദീർഘസുമംഗലിയായിട്ട് ജീവിക്കാനായിട്ടുള്ള ഭാഗ്യം ആ ഒരു കുട്ടിക്ക് ഉണ്ടാവട്ടെ. ഇവർ സൽസന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ എപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ നെഗറ്റീവാണ് പോയി എടുക്കാറുള്ളത്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും നെഗറ്റീവ് മാത്രമല്ല, ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കണമെന്ന് തോന്നി. വളരെ സന്തോഷമായിട്ടുണ്ട്. എന്തായാലും ഈ മോനോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നും ഇതുപോലെ ഒരുമിച്ചിരിക്കണം. നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ സുഖമായാലും ദുഃഖമായാലും
ഒരുമിച്ച് നിങ്ങളെ പങ്കിട്ട് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോടും ഒരു പരാതിയും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവരെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും അവരുടെ നല്ല മനസ്സാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.